ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും പഴയ കാർട്ടൂൺസും പഴയ മൂവീസും കൊച്ചു ടി വിയിൽ തിരിച്ചു വരാത്തത്. ചിലപ്പോൾ ഈ കാര്യം കൊണ്ടായിരിക്കും. ആ കാര്യം ഏതാണെന്നാണ് ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു ഉറപ്പായ കാര്യമല്ല, ഇത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. അതാണ് ഞാൻ ഈ വീഡിയോയുടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. കൊച്ചു ടി വിയിൽ പഴയ കാർട്ടൂൺസും പഴയ മൂവീസൊന്നും തിരിച്ചു വരാത്തതിന് ഇതും ഒരു കാരണമാകാം. ഇപ്പോൾ കൊച്ചു ടി വിയിൽ പുതിയൊരു കാർട്ടൂൺ സീരീസ് കൂടി വന്നിട്ടുണ്ട്. പാണ്ട ആൻഡ് റോസ്റ്റർ എന്ന പുതിയ കാർട്ടൂൺ സീരീസാണ് കൊച്ചു ടി വിയിൽ ഇപ്പോൾ വരുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെ എന്നും 1 മണിക്കാണെന്ന് തോന്നുന്നു അതിൻ്റെ ടെലികാസ്റ്റിംഗ്. 1 മണി മുതൽ 2 മണി വരെ, ഇനി 12 മണി മുതൽ 1 മണി വരെയാണെന്നോ എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഈ കാർട്ടൂണിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ല രസകരമായ ഒരു കാർട്ടൂൺ സീരീസ് തന്നെയാണിത്. നമ്മൾ പണ്ട് CD ഇട്ട് കണ്ടിരുന്ന പൂപ്പി അല്ലെങ്കിൽ കാത്തു, ആ കാർട്ടൂൺ സീരീസിന്റെ സെയിം വൈബ് തന്നെയാണ് പാണ്ട ആൻഡ് റോസ്റ്റർ. പക്ഷെ ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്ന കാര്യം ഇതല്ല. ഹൈദിയും ഈ കാർട്ടൂണും സിമിലാരിറ്റീസുകളുണ്ട്. ഒറ്റ സിമിലാരിറ്റി മാത്രമേ ഉള്ളൂ, ഡബ്ബിംഗ്. സെയിം ഡബ്ബിംഗ്. ഹൈദി ആരൊക്കെയാണോ ഡബ്ബ് ചെയ്ത് മലയാളത്തിൽ വെച്ചത്, അതേ പേര് തന്നെയാണ് ഈ കാർട്ടൂണും ഡബ്ബ് ചെയ്ത് വെച്ചത്. അതുകൊണ്ട് ഇതിൽ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനെ സൗണ്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഹൈദിയായും പീറ്ററായിട്ടൊക്കെ തോന്നും. ഹൈദി ആരൊക്കെയാണ് ഡബ്ബ് ചെയ്ത് വെച്ച് അവർ തന്നെയാണ് പാണ്ട ദ റോസ്റ്ററും ഡബ്ബ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ചിലപ്പോൾ ആ കാരണമാകുമോ? കൊച്ചു ടി വിയിൽ പഴയ കാർട്ടൂൺസും പണ്ട് വന്നിരുന്ന ഹോളിവുഡ് മൂവീസും വരാതിരിക്കാനുള്ള കാരണം ഇതാണോ? ഡബ്ബിംഗ്, മലയാളം ഡബ്ബിംഗ് പ്രശ്നം. പണ്ട് നമ്മൾ കൊച്ചു ടി വിയിൽ കണ്ടിരുന്ന കാർട്ടൂൺസ് ഒക്കെ ഇപ്പോൾ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. ചിലപ്പോൾ ഒരു 10 വർഷം, ചിലപ്പോൾ അതിലും കൂടാം, ചിലപ്പോൾ അതിലും കുറയാം. നമ്മൾ തിരിച്ചു വരണം ആഗ്രഹിക്കുന്ന കാർട്ടൂൺസ് ഒക്കെ 2016 അല്ലെങ്കിൽ 15 തന്നെ കൊച്ചു ടി വി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിന് കാരണം അവരുടെ കയ്യിൽ നിന്ന് അതിന്റെ റൈറ്റ്സ് ഒക്കെ പോയിട്ടുണ്ടാവും. അതിന്റെ കൂടെ മലയാളം ഡബ്ബ് ചെയ്ത് വെച്ച് ഓരോ ഫയൽസും ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. നമുക്കൊരു കാർട്ടൂൺ എടുത്ത് നോക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ ദോസ്ത് പടാ ദോസ്ത് തന്നെ. ദോസ്ത് പടാ ദോസ്ത് മനോഹരമായ മലയാള ഡബ്ബാണ് കൊച്ചു ടി വിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അത് അവരുടെ കയ്യിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്കും വളരെ വലിയൊരു നഷ്ടം തന്നെയാണ്. ഈ ജോലി ചെയ്ത് തീർക്കുന്ന ലക്ഷണം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ പാമ്പുകളും ഉണ്ടാകും. നീ ടെൻഷൻ ആവാതെ നമുക്ക് ഡയമണ്ട്സ് എടുക്കാൻ പോവാൻ ചെവിയാ. വേഗം ബൈ. അതെ അതെ, പരുന്തിന്റെ അടുത്താണ്. നന്നായിട്ട് ആലോചിച്ച് പറയലിയോ നിങ്ങൾ. ചിലപ്പോ പഴയ കാർട്ടൂൺസ് ഒക്കെ ടെലികാസ്റ്റ് ചെയ്യാത്തതിന് ഇതും ഒരു കാരണമാകാം. കൊച്ചു ടിവിയുടെ കയ്യിൽ നിന്ന് ഡബ്ബ് ചെയ്ത് വെച്ച ഫയൽസ് ഒന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, കാരണം ഗ്ലോറിയ സോസ് തിരിച്ചു വന്നത് നമ്മൾ കണ്ടതല്ലേ. അതുപോലെ ഓരോ കാർട്ടൂൺസും തിരിച്ചു വരുമായിരിക്കും എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഇത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അത് നിങ്ങളോട് പറഞ്ഞു, അതൊരു ഉറപ്പായ കാര്യവുമല്ല. എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ തോന്നിയെന്ന് വെച്ചാൽ, ഹൈദിയുടെ ഡബ്ബിങ്ങും അതുപോലെ പുതിയ വന്ന കാർട്ടൂൺ സീരീസിന്റെ ഡബ്ബിങ്ങും രണ്ടും സെയിം ആണ്. അപ്പോൾ എനിക്കൊന്ന് തോന്നി ചിലപ്പോൾ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിലോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.